ഇത് ആർക്കൈവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇരുട്ടറയിലേക്ക് പോകുന്നതും തുല്യമാണ്. അക്കാഡമിയുടെ ഏതെങ്കിലും ലൈബ്രറിയുടെ ഇരുട്ടറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുത്ത ഇത്രയും പണം മുടക്കി എടുത്ത ഇഫക്റ്റ് വെറുതെയാണ്. ഇരുട്ടറയിലേക്ക് പോകേണ്ടതല്ല, ലോകം കാണേണ്ടതാണ്, മാധ്യമപ്രവർത്തകർ കാണേണ്ടതാണ്, ഭാവി തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. പലരും സംസാരിച്ചല്ലോ അത്, ആ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു സാധനം. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഞാൻ ആരുമല്ല എന്ന് തോന്നിയത്, ഞാൻ ഒന്നുമല്ല എന്ന് തോന്നിയതും ഇത്രയധികം ആളുകളെ കണ്ട് സംസാരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തൊരു മാധ്യമപ്രവർത്തകനാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ അത്രയും വൈവിധ്യവും ഒക്കെ ഉള്ള അനുഭവ സമ്പത്തിന്റെ ഉടമസ്ഥരാണ്. പക്ഷെ എനിക്കതൊന്നും ബാബു സാറ് ഒരു 500 പേരെങ്കിലും കേരളത്തിൽ ഇത് ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതായി ജേർണലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉള്ള ആളാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാം തുടങ്ങി വെക്കാനില്ലേ പറ്റും. അതിന്റെ 100 തുടങ്ങാനായിട്ട് എന്നെ ഏൽപ്പിച്ചത്. അതിൽ 70 പൂർത്തിയായി. അതിന് പുറമെ നേരത്തെ എടുത്തിട്ടുള്ള ഒരു 7 കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് 80 ഇപ്പം തന്നെ നമുക്കുണ്ട്. എല്ലാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പൊ ഏതാണ്ട് ഒരു 45 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം. ഒരാഴ്ചക്കുള്ളിൽ ബാക്കിയുള്ള അപ്ലോഡുകൾ, കാരണം നമുക്കറിയാം ഒരു വീഡിയോ ചെയ്യുന്നതിന് അപ്ലോഡ് ചെയ്യുന്നതിന് 3 മണിക്കൂറൊക്കെ എടുക്കും. റെൻഡറിങ്ങിന് തന്നെ 3 മണിക്കൂർ എടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുവരെ ചെയ്ത എല്ലാ സ്ഥലവും യൂട്യൂബിൽ ലോകത്തുള്ള ഏത് മനുഷ്യരും കാണാൻ തരത്തിൽ ഇത് തുടക്കത്തിൽ ബാബു സാറൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിച്ച നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത്രയധികം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കുറയാതെ 2 മണിക്കൂറിൽ കൂടാതെ എടുക്കണമെന്നാണ് ബാബു സാറ് എന്നോട് നിർദ്ദേശിച്ചിരുന്നതെങ്കിലും ചിലരൊക്കെ 2-3 മണിക്കൂറൊക്കെ. എനിക്കും ജെയിംസൊക്കെ ഇനി ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറെങ്കിലും ജെയിംസിന്റെ കാണും. പക്ഷെ 4 മണിക്കൂറൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ അനുഭവ സമ്പത്ത് ധാരാളം ഉള്ളത് 2 മണിക്കൂറിലൊന്നും ഒതുക്കാൻ പറ്റുന്നതല്ല. അപാരമായ അനുഭവങ്ങളുള്ള, ഇത്രയധികം അനുഭവങ്ങളുള്ള മാധ്യമപ്രവർത്തകർ ഇനി വരാനും പോകുന്നില്ല.